അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബസ്സിറങ്ങി വരുന്ന ഹിജാബിയെ കണ്ട ജസീർ ഒരു നിമിഷം പകച്ചുപോയി. അതെ, എന്നാലും എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ ഇവൾക്ക് എങ്ങനെ കഴിഞ്ഞു? സത്യം പറഞ്ഞാൽ അവളുടെ ആ ഹിജാബിനുള്ളിൽ എന്തായിരിക്കും ആ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? അതറിയുവാൻ വേണ്ടി ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി. എന്നാൽ ബസ്സിറങ്ങിയ ഉടനെ തന്നെ അവൾ ഫോൺ എടുത്തു. ആ നിമിഷം തന്നെ അതാ അവൻ വിളിച്ചു. ഹലോ ഹിജാബി, നേരെ ഫ്രണ്ടിലേക്ക് നോക്ക്, ബ്ലാക്ക് കാറ്, ഒന്ന് നോക്ക്. ഒരു നിമിഷം അവൾ കണ്ടു, അതെ, ജസീറിൻ്റെ കാർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവളത് പെട്ടെന്നങ്ങ് ശ്രദ്ധിച്ചില്ല. എന്നാൽ അവൾ വേഗം ഓടിയെത്തി. ഹായ് ഹിജാബി, കയറിക്കോ, ഫ്രണ്ടിൽ കയറിക്കോ. അത് വേണ്ട, ഞാൻ ബാക്കിൽ കയറിക്കോളാം. ആരെങ്കിലും കണ്ടാലേ എൻ്റെ അമ്മോ, എനിക്ക് സമാധാനം നഷ്ടപ്പെടും. അങ്ങനെ അതാ ലോക്ക് തുറന്നു. അവൾ പിൻസീറ്റിൽ ഇരുന്നു. എന്നാൽ അതാ ജസീർ കണ്ണാടിയിലൂടെ അവളുടെ ആ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഹിജാബി, റസിയ, പിന്നെ നിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു... അതെന്താ, എന്നോട് പറഞ്ഞതല്ലേ ആളെ കാണിച്ചു തരുമെന്നുള്ളത്? ഞാൻ ഒരു കാര്യം പറയട്ടെ റസിയ. അവൻ ഒന്ന് ഓടിയതിനു ശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ കാറൊന്ന് ബ്രേക്ക് പിടിച്ചു. എന്താ, എന്തു പറ്റി? റസിയ, അതായത് അവനെ കാണുമ്പോൾ നീ എന്നെ മറക്കുമോ? കാരണം എനിക്ക് നിന്നോട്... ഹേയ്, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും മറക്കൂല. അവൾക്ക് ശരിക്കും ഓപ്പണായി സംസാരിക്കാനൊരു പേടിയെങ്കിലും ചെറിയൊരു ശബ്ദത്തിൽ അവളങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു. എന്നാൽ ഈ സമയം അതാ അവൻ വിചാരിക്കുകയാണ്, നേരിട്ട് സഫീറിൻ്റെ മുമ്പിലേക്ക് ഇവളെ കൊണ്ടുപോയാൽ ഒരു പക്ഷേ അവൻ്റെ സൗന്ദര്യം കണ്ട് ഇവളുടെ മനസ്സങ്ങ് മാറിപ്പോയാലോ? അതുകൊണ്ട് വഴിയുണ്ട്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ജസീർ പറഞ്ഞു, റസിയ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പോൾ വരാം. എന്താ, എത്താറായോ? ഞാൻ പറയാം. അങ്ങനെ അതാ അവൾ കാറിലിരുന്നു. എന്നാൽ അവൻ്റെ ആ ഒരു ഓഫീസ് എത്തിയിരുന്നു. അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് സഫീർ നിൽക്കുന്നത്. സഫീറിനെ അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ജസീർ ഓടിയെത്തി അവൻ്റെ അടുത്തേക്ക്. മോനെ സഫീർ. ശരിക്കും ജ്യേഷ്ഠൻ്റെ ആ ഒരു സ്വഭാവം, ആ ഒരു വാക്ക് കേട്ടപ്പോൾ സഫീർ ഒന്ന് ഞെട്ടി. ഇക്ക, ഞാൻ നിങ്ങളോട് പലവട്ടം ചോദിച്ചു, ഒരു ഫോണ്, ജസ്റ്റ് ഒരു ഫോണ്. എന്തിനാടാ നിനക്ക് ഫോണ്? നിനക്ക് മറ്റവളെ വിളിക്കാനല്ലേ? അവളെയാണ് എൻ്റെ ലക്ഷ്യം, അവളെ കൂടെ എനിക്ക് ലക്ഷ്യമുണ്ട്. എന്നാൽ സഫീറിനത് കേൾക്കുമ്പോൾ ദേഷ്യമായിരുന്നു. ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണാണ്, അവളെ തൊട്ടു പോകരുത്. അഥവാ തൊട്ട് കഴിഞ്ഞാൽ സഫീർ, നിൻ്റെ വാശി നീ വിട്. ഞാൻ ശരിയാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഇവളെ ഞാൻ എൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി നോക്കിയത്. അതെ, എനിക്ക് നൂർജഹാനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റു പല ചിന്തകളുണ്ട് എനിക്ക്. അതായത് മറ്റൊന്നുമല്ല, നിൻ്റെ പെണ്ണ് റിസ്വാന വക്കീൽ. നീ വിചാരിച്ച് ഞാനത് അറിഞ്ഞിട്ടില്ല എന്നല്ലേ? അതൊക്കെ അറിയാനാണോ പണി? ആ പെണ്ണിനെ ഞാൻ കൊതിച്ചതാണ്. അവളെ നീ അങ്ങ് സ്വന്തമാക്കി, ആരും അറിയാതെ അല്ലേ? പക്ഷേ അതൊക്കെ എനിക്കറിയിച്ചു തരാൻ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നീ അറിഞ്ഞില്ല. ഏട്ടാ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും... ഓഹോ, അങ്ങനെ. അപ്പം നീ വീടറിയാതെ കല്യാണം കഴിച്ചു. പക്ഷേ ഞാൻ അതെല്ലാം അറിയില്ലെന്ന് കരുതി നീ എന്നെ പൊട്ടനാക്കുകയായിരുന്നോ? വെള്ളം കുടിക്കേ. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ നീ അങ്ങ് കെട്ടിയല്ലടാ. അതിൻ്റെ കൂടി വാശിയുണ്ട്. എന്നാൽ നിനക്ക് വേണ്ടി ഒരു കല്യാണം വന്ന നൂർജഹാൻ, അവളെ ഞാൻ അങ്ങ് തട്ടിയെടുത്തു. മാത്രമല്ല, ഇനി വക്കീലാണ്, റിസ്വാന വക്കീൽ. അവളാണ് എൻ്റെ ലക്ഷ്യം. അടുത്തത് എല്ലാവരെയും ടേസ്റ്റ് നോക്കിയിട്ട് ജസീർ വിടുള്ളൂ. എന്നിട്ട് ഏത് പട്ടികൾക്കും ഞാൻ ഇട്ട് കൊടുക്കുള്ളത്, ഉറപ്പ്. സഫീറിന് അത് കേൾക്കുമ്പോൾ കലി കയറും. അതെ ഏട്ടാ, നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, പടച്ചോൻ പൊറുക്കൂല. നീ ഒന്ന് പോടാ. നിൻ്റെ വിചാരം എന്താ, പടച്ചോൻ ഇത്ര മാത്രം നല്ലവനാണെന്നൊക്കെ അല്ലേ നിൻ്റെ വിചാരം? പക്ഷേ അത് എന്നെ ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. ഓക്കെ, ഇനി നന്മ ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്, മനസ്സിലായല്ലോ? ഇനി മേലതുപോലെ മിണ്ടിപ്പോവരുത്. എന്നാൽ സഫീർ അതെല്ലാം കേൾക്കുമ്പോൾ തല താഴ്ത്തി കരയും. റബ്ബേ, എൻ്റെ റിസ്വാന വക്കീലിനെ ഇവനെങ്ങാനും തട്ടിയെടുക്കുവാനോ തട്ടിക്കൊണ്ടുപോകാനോ ശ്രമിക്കുകയാണെങ്കിൽ റബ്ബേ,
നീ അതിനുള്ള ധൈര്യം നീ അവൾക്ക് കൊടുക്കല്ല. അത് മാത്രമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് ഒരു കോൾ. ഇക്കാക്ക ഒരു കോള് തരാൻ ഒരു കോള് ചെയ്യാൻ എനിക്ക് ആ ഫോണിന്ന്. സഫീർ എന്തിന്? നീ അങ്ങനെ നിൽക്ക്, ഒരുപാട് സുഖിച്ചില്ലേ, മതിയടാ. ഇനി അവളിൽ സുഖിച്ചത് നീ മതി, ഇനി തരില്ല മോനെ. മോനെ എടാ, ഇനി തരില്ല, ഇനി ജസീറിനുള്ളതാണ്. എന്നാൽ എന്നും ഭീഷണിയുടെ സ്വരം മാത്രമായിരിക്കും. അതെ, റിസ്വാന വക്കീലിനെ എനിക്ക് വിട്ടുതരുമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം സഫീറിനെ ഞാൻ ഇവിടുന്ന് മോചിപ്പിക്കും, അത് ഉറപ്പാണ്. ഇത്ര ദിവസങ്ങളായിട്ടും ജസീർ അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ സഫീർ മൗനം പാലിക്കും. ഇക്കാക്ക, ഒരിക്കൽ പോലും നിങ്ങൾക്കവളെ തട്ടിയെടുക്കാൻ കഴിയില്ല. അതെ, അവള് നല്ല പെണ്ണാണ്, സ്വാലിഹത്തായ പെണ്ണ്, തെറ്റുകളിൽ ചെന്ന് ചാടുന്ന പെണ്ണല്ല. ഓഹോ, അതൊക്കെ മയക്കിയെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ദയവായി ഇക്കാക്ക, നിങ്ങൾ എന്നെ കൊന്നോളൂ, എനിക്ക് പ്രശ്നമില്ല, എന്നെ തല്ലി ചതച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷേ റിസ്വാന വക്കീലിനെ നിങ്ങളൊന്നും ചെയ്യരുത്. അവൾ പാവം പെണ്ണാണ്, അവൾ പവിത്രമായ പെണ്ണാണ്. ഓ പവിത്രതയും ചാരിത്രയൊക്കെ അതൊക്കെ നശിപ്പിക്കാൻ എനിക്ക് നന്നായിട്ട്. അവളുടെ ചാരിത്രശുദ്ധിയൊക്കെ എടാ ഞാനങ്ങ് ഏറ്റെടുത്തോളാം. എടാ പ്ലീസ്, ദയവായി അവളെക്കുറിച്ച് അങ്ങനെ പറയരുത്, അതെനിക്ക് ഇഷ്ടമല്ല. സഫീർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ജസീർ അവനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടി നല്ല ആള്, നീ നല്ല ആള്, ഞാനെപ്പോഴും ചീത്ത അല്ലേ? എന്തായാലും നിൻ്റെ റിസ്വാന വക്കീൽ അറിയട്ടെ നീ മറ്റെങ്ങോട്ട് പോയി എന്നുള്ളത്. അല്ലാതെ ഒരിക്കൽ പോലും അവളിതറിയില്ലല്ലോ. തൻ്റെ ഭർത്താവ് പുതിയ ഭാര്യയുമായി മുങ്ങി, അതായിരിക്കണം ക്യാപ്ഷൻ കൊടുക്കേണ്ടത് എല്ലായിടത്തും. എന്നാൽ ശരിക്കും സഫീർ കണ്ണുകൾ നിറഞ്ഞ് കരയുകയായിരുന്നു. ഇക്ക, ചതിക്കരുത് പ്ലീസ്, അവൾ പാവാണ്. ആയിക്കോട്ടെ, പാവങ്ങളെ തന്നെ അല്ലേ ജസീറിന് ആവശ്യം. എന്നാൽ അവൻ്റെ വാക്കുകളൊക്കെ അങ്ങനെയായിരുന്നു, അത്രക്കും മോശമായ രീതിയിലായിരുന്നു അവനോട് പെരുമാറിയിരുന്നത്. അതുമാത്രമല്ല, അവന് ഭക്ഷണം കൊടുക്കുവാനൊക്കെ 2 ആളുകൾ നിർത്തിയിട്ടുണ്ട് പൈസ കൊടുത്തിട്ട്. പക്ഷേ രക്ഷപ്പെടരുത് എന്നത് മാത്രമാണ് ഡിമാൻഡ്. അതിനു മുമ്പ് റിസ്വാന വക്കീലിനെ കൂടി തട്ടിയെടുക്കണം എന്നുള്ള പ്ലാനായിരുന്നു ജസീറിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതാ സഫീർ മോനെ എന്ന് വിളിച്ച് തൻ്റെ ജ്യേഷ്ഠൻ വരുന്നത് കണ്ടപ്പോൾ സഫീർ തന്നെ അത്ഭുതപ്പെട്ടു. അതെ, അവൻ്റെ രൂപമാകെ മാറിയിട്ടുണ്ട്, മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട റിസ്വാനയെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ, അവളെ തട്ടിയെടുക്കുമോ എന്നുള്ള ചിന്തയായിരുന്നു അവൻക്ക്. ശരിക്കും തൻ്റെ ജ്യേഷ്ഠൻ്റെ മാറ്റം കണ്ടപ്പോൾ സഫീർ അവനെ ദയനീയമായി നോക്കി. എടാ, ശരിക്കും അവന് തോന്നി, ഇല്ല എൻ്റെ റിസ്വാന വക്കീലിനെ എൻ്റെ ജസീർ എന്തോ ചെയ്തിട്ടുണ്ട്, അവൻ്റെ ആ ചിരിയിൽ കണ്ടറിയാം. ഇക്ക, സത്യം പറ, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? മോനെ സഫീർ, നിനക്ക് വീട്ടിൽ പോകണോ? ഒരു നിമിഷം ജ്യേഷ്ഠൻ്റെ വാക്ക് കേട്ട അവൻ ഞെട്ടി. ഇക്ക, നിങ്ങൾ എന്തേ പറയണത്? അതേടാ, സത്യമായിട്ടും നിനക്ക് വീട്ടിൽ പോകണപ്പോൾ? ഇക്ക, സത്യം പറ, എന്താണ് സംഭവിച്ചത്? എൻ്റെ ഋഷുവിന് എന്ത് സംഭവിച്ചത്? അവൻ കരയാൻ തുടങ്ങി. ഹേയ്, എന്താടാ നീ എന്താ കരയണത്? അതെ, ഞാൻ നിൻ്റെ ജ്യേഷ്ഠനല്ലേ, നീ എൻ്റെ പൊന്നാര അനിയനല്ലേ, എനിക്ക് നീയല്ലാതെ പിന്നെ ആര്? ശരിക്കും തൻ്റെ ജ്യേഷ്ഠൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സഫീർ ഒരു നിമിഷം ഞെട്ടി. റബ്ബേ, ഇത് ചതിയാണോ അറിയുന്നില്ല. കാരണം പല ചതികളും നടത്താറുണ്ട്, കേസ് പല രീതിയിലും മാറ്റിമറിച്ചിട്ടുണ്ട്, പല കുറ്റങ്ങളും എനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അവൻ്റെ കളികൾ നിന്നിട്ടില്ല. റബ്ബേ, എത്രയെത്ര ഹാദിയെ ലോറി ഇടിച്ച് കാലുകൾക്ക് ശേഷിയില്ലാതാക്കിയത് ഞാനാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ ചെയ്തത് ഇയാൾ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഏട്ടാ, സത്യം പറ, നിങ്ങൾ എന്തെൻ്റെ പെണ്ണിനെ ചെയ്തത്? ഒന്നുമില്ലടാ. നീ എന്താ, നീ പോയിക്കോ, അവൾ വിളിച്ചു നോക്ക്. ഫോൺ വേണോ? എന്നാ വിളിക്കേ. ആ നിമിഷം തന്നെ അതാ ഫോൺ കിട്ടിയപ്പോൾ, സത്യം പറ, എന്നെ ചതിക്കുകയാണോ? ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, എന്നെ ചതിക്കുകയാണോ? അല്ലടാ, നീ വിളിക്ക്. അപ്പോൾ തന്നെ റിസ്വാന വക്കീലിനെ വിളിക്കുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഒരു നിമിഷം, ഇത് ജസീറിൻ്റെ നമ്പറാണല്ലോ, റബ്ബേ അല്ലാ. അവൾ ഭയത്തോടെ അത് ഫോൺ എടുത്ത് ഒന്നും മിണ്ടിയില്ല. ഹലോ മോളെ വിഷു, ഹലോ, ഇത് സഫീറാണ് മുത്തേ. ഇക്ക, നിങ്ങളെവിടെ? അതെ, ആ ശബ്ദം കേട്ടപ്പോൾ അവൾ വിതുമ്പിപ്പോയി. ഇക്ക, നിങ്ങളെവിടെയാണ്? ഞാനിവിടെ ഉണ്ട്.
അതെൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് ഫോൺ തന്നപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ഇക്ക, നിങ്ങൾ പഠിച്ചോനൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ല മുത്ത്, ഒന്നും പറ്റിയിട്ടില്ല. ഇക്ക നിങ്ങളെപ്പോഴും വരിക? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ വരാം അങ്ങോട്ട്. മതി മതി മതി. അപ്പോൾ തന്നെ ഫോൺ അവൻ വാങ്ങി. എന്താ സംസാരിച്ചില്ലേ? ഇനി എന്താ എന്താ എൻ്റെ അവസാനത്തെ ആഗ്രഹം ചോദിക്കുകയാണോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെ? തൽക്കാലം നിനക്ക് പോകാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇങ്ങോട്ട് തന്നെ? ഇക്ക എന്തിന്? അതെ, എനിക്ക് നോക്കട്ടെ. ഞാനൊരു ചെറിയൊരു ശരിക്കും തൻ്റെ ജ്യേഷ്ഠനിൽ കണ്ട മാറ്റം അതവനെ തികച്ചും അത്ഭുതപ്പെടുത്തി. മോനെ വാ, നീ വീട്ടിലേക്ക് പോയിക്കോ. പിന്നെ അതിനു മുമ്പായിട്ട് ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താ? ആരെ? ശരിക്കും അവൻ ഞെട്ടി. ഇക്ക, നിങ്ങൾ ചതിക്കുകയാണോ? എൻ്റെ പെണ്ണിനെ നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നോ? നീ എന്ത് എന്നെ തെറ്റിദ്ധരിക്കുന്നത്? നീ പോയിക്കോ, കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയിക്കോ. പക്ഷേ ഒരാൾ ഇങ്ങോട്ട് വരും. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ കൂടുതലൊന്നും അവരുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കരുത്. എന്തെങ്കിലും എന്നോട് ചോദിക്കും പറയുമായിരിക്കും. പക്ഷേ നീ കൂടുതലായിട്ട് അവരെ മൈൻഡ് ചെയ്യരുത്. മനസ്സിലായല്ലോ? അതുമാത്രമല്ല, കുറച്ചങ്ങനത്തെ നിബന്ധനകൾ, അതിനപ്പുറത്തേക്കായിട്ട് നീ ഒന്നും ചെയ്യരുത്. നീ ഒരു നോർമൽ രീതിയിൽ, കാരണം ഒരു പെണ്ണിനോട് താല്പര്യമില്ലാത്ത രീതിയിൽ, ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കാത്ത രീതിയിൽ നീ സംസാരിക്കണം. ഓക്കെ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ ഞാൻ ഈ നിമിഷം തന്നെ ഇവിടുന്ന് വിട്ടയക്കും. ഉറപ്പ്. നിൻ്റെ ജ്യേഷ്ഠൻ ജസീർ ആണ് പറയുന്നത്. ശരിക്കും സഫീർ ഞെട്ടിപ്പോവുകയാണ്. പഠിച്ചവനെ, ആരായിരിക്കും? എന്തായിരിക്കും? എന്നാൽ ആ നിമിഷം തന്നെ സഫീർ ചോദിച്ചു, ഏട്ടാ, നിങ്ങളന്ന് കൊണ്ടുവന്ന പെണ്ണാണോ? പെണ്ണ് എടീ. എന്നാൽ അതാ മറ്റൊരു പെണ്ണിനെ വിളിക്കുന്നു. ആ റൂമിൽ നിന്ന് അവൾ ഇറങ്ങി വരുന്നു. ഓ, എന്താ ബോസ്? നീ ഇവനോട് ഇതുവരെ ഒന്നും സഹകരിച്ചില്ലല്ലോ അല്ലേ? ഞാൻ എത്രയോ അദ്ദേഹത്തോട് ഓരോന്ന് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ മുഖത്ത് പോയിട്ട് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ശബ്ദം വരെ കേൾക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഞാൻ പരമാവധി പറഞ്ഞു, ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ആവാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്തു, വീണ്ടും വീണ്ടും. പക്ഷേ വേണ്ട ബോസ്, അതൊന്നും നടക്കുന്ന കേസല്ല. അവരൊക്കെ ഭയങ്കര ശക്തിയുള്ള, അതായത് മനസ്സ് പതറാത്ത ആളുകളാണ്. സർ, ദയവായി അവനുമായി ശരിക്കും ജസീർ പറഞ്ഞു. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇനി വരുന്നവളോട് നീ നിൽക്കണം. ഓക്കെ? ഇവളോക്കെ, ഇവളോട് നീ എത്രമാത്രമാണ് അകലം പാലിച്ചത്, അതുപോലെ തന്നെ അകലം പാലിക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിനക്ക് പോകാം. എന്നാൽ സഫീർ, ഉറപ്പാണോ? സത്യമാണോ? ഈ സത്യം എനിക്ക് വിശ്വസിക്കാവോ? സഫീർ ഉറച്ച മനസ്സോടു കൂടി ചോദിച്ചു. അതെ, തീർച്ചയായും നിനക്ക് പോകാം. നിനക്കൊരു ഓഫറാണ് ഞാൻ തന്നിരിക്കുന്നത്. എന്നാൽ ജസീറിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു. എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട്, അതെ, റസിയയെ സ്വന്തമാക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. റസിയയെ കണ്ടപ്പോൾ അവൻ പഴയതെല്ലാം മറന്നുപോയി. എന്നാൽ സഫീറിനെ സ്വതന്ത്രമാക്കും ഞാൻ. പക്ഷേ അവൻ്റെ പെരുമാറ്റത്തിനനുസരിച്ച് മാത്രം. എന്തായാലും റസിയ എൻ്റെ പെണ്ണായി. എനിക്ക് എൻ്റെ കൂടെ അവൾ വരും, എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ സഫീർ പറഞ്ഞതുപോലെ ആ നിമിഷം തന്നെ അതാ നമ്മുടെ റസിയയെ കൊണ്ടുവരാൻ അവൻ തിരിച്ച് നടന്നു. എന്നാൽ ആ കാറിൻ്റെ AC തണുപ്പിൽ റസിയ വിചാരിച്ചു, എന്നാലിപ്പോൾ ഇയാളത് എവിടെ പോയി? സംഭവം സ്വന്തം ഭാര്യയാണിതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കൊല്ലാനും മടിക്കൂല. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, ഇവരുടെ കളിയൊക്കെ ഒന്ന് നിർത്താനേ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. കുറച്ചൊക്കെ ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ ചെയ്തില്ലെങ്കിലേ നേരായ വഴിയിൽ ഇവരൊരിക്കലും നന്നാവില്ല. വളഞ്ഞ വഴി എടുക്കുകയല്ലാതെ മാർഗ്ഗമില്ല. അതുകൊണ്ട് മാത്രമാണിത്. നൂർജഹാൻ കാത്തിരുന്നു. അതെ, തൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ജസീറിനെ, ഹിജാബിയുമായുള്ള പ്രണയം അതവന് കടുപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതെ, എന്നിൽ നിന്ന് അവൻ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കാണാം. എന്നാൽ അല്പസമയത്തിന് ശേഷം കാറിനടുത്തേക്ക് വരുന്നു അവൻ. അതെ, ജസീർ. അവൾ ഒന്നുകൂടെ ഹിജാബ് താഴ്ത്തിയിട്ടു. റസിയ, വാ വാ മോളെ. ആ, ഞാൻ വരാം. അവൾ അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്താ, കൈ പിടിക്കണോ ഞാൻ? ഏയ്, അതൊന്നും വേണ്ട. അവൾ അവിടെ നിന്ന് ഇറങ്ങി. അയാൾ കാർ ലോക്ക് ചെയ്തു. വാ റസിയ, വാ.
അവനതാ അവളെ ക്ഷണിക്കുന്നു. എന്നാൽ അതാ അവൻ്റെ പിന്നാലെ നടന്നപ്പോൾ ചെറിയ റോട്ടിലേക്കാണ് ആദ്യം പ്രവേശിച്ചത്. അവൻ്റെ പിന്നാലെയായിട്ട് അവൾ നടന്നു. എന്നാൽ അല്പം ഉള്ളിലേക്ക് ചെന്നപ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണ് കണ്ടത്. ആ ഒരു ബിൽഡിങ്ങിലേക്ക് അവളെ അവൻ ക്ഷണിച്ചു. വരൂ ഹിജാബി, ഇങ്ങോട്ട് വരൂ. പിന്നെ നീ കാണാൻ കൊതിച്ച ആള് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുമാത്രമല്ല, എന്നോടുള്ള ഇഷ്ടം ഒട്ടും ചോർന്നു പോവില്ല, എനിക്ക് നന്നായിട്ടറിയാം. എന്താ നിങ്ങളെ പറയുന്നത്? അതെങ്ങനെ ചോർന്നു പോവോ? പിന്നെ അവനെ കാണുമ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആളൊക്കെ സുന്ദരനൊക്കെ തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ ഒരു സ്വഭാവമുണ്ട്. അവന് ചിലപ്പോൾ ആക്രമിക്കേ. എന്തിന്? അല്ലേ, ചെറിയൊരു മെൻ്റൽ പ്രോബ്ലംസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് കുറച്ച് നോക്കിയും കണ്ടൊക്കെ ഇടപഴകണം, മനസ്സിലായല്ലോ? ഒരു നിമിഷം ഹിജാബി വിചാരിച്ചു, റബ്ബേ, അതാരായിരിക്കും? ഞാൻ കാണാൻ ആഗ്രഹിച്ചത് സഫീറിനെയാണ്. അവനല്ലായിരിക്കോ? എന്നാൽ അതാ ജസീർ പല രീതിയിലുള്ള നുണകളും തട്ടിവിടുന്നുണ്ട്. പിന്നെ ഹിജാബി, പേടിക്കരുത്, അല്പം വിട്ടു നിൽക്കുകയാണ് നല്ലത്. പക്ഷെ നല്ല സ്വഭാവമൊക്കെ തന്നെ. പക്ഷെ പെട്ടെന്നൊരു വയലൻ്റ് ആകാനേ ആളുകളൊന്നും വല്ലാതെ കാണാത്തതുകൊണ്ടേ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഒന്ന് കണ്ടറിയുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഓക്കെ, എനിക്കതൊന്നും പേടിയില്ല. അതിനെന്താ? എന്നാലും ഞാൻ പറഞ്ഞ ആൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്നുള്ളത് എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്കൊരുപാട് ഒത്തിരി സന്തോഷമാണ് ഉള്ളത്. റസിയ, പിന്നെ കാണിച്ചു തന്നാൽ നീ അവൻ്റെ കൂടെ പോരുത് കേട്ടോ, എനിക്ക് നിന്നെ വേണം. അങ്ങനെ ചില ഉടമ്പടികളോടെ അതാ ഹിജാബിയെ ആ ഒരു വലിയ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ചുറ്റുഭാഗത്തുമായി അവൾ നോക്കി. അതെ, റൂമൊക്കെ ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വല്ലാതെ ഒന്നും ആരുമില്ലാത്ത പോലെ. ഞാനിവിടെ നിൽക്കും, നിങ്ങൾ തമ്മിൽ അല്പസമയം നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ ഒഴിവ് തരുന്നു, ഒരു 5 മിനിറ്റ് മാത്രം. നിനക്ക് എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം, തിരിച്ച് പറയണമെങ്കിൽ അവന് പറയുകയും ചെയ്യാം. അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് നിങ്ങൾക്ക് ഓക്കെ, പ്രവേശിച്ചോളൂ അങ്ങോട്ട്. അപ്പോഴേക്കും സഫീർ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, തൻ്റെ മുമ്പിലേക്ക് ആരാണ് വരാൻ പോകുന്നത്? തൻ്റെ ജ്യേഷ്ഠൻ തന്നെ വീണ്ടും കെണിയിൽ അകപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മറ്റേതോ പെണ്ണിനെയും കൊണ്ട് വരികയാണ് എന്നത് തന്നെ അവൻ ഉറപ്പിച്ചു. ആരൊക്കെ തന്നെ വന്നാലും സഫീറിൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അതെ, എൻ്റെ റിസ്വാന വക്കീൽ. പാവം, അവൾ എന്നെ കാത്തിരിക്കുകയായിരിക്കും. അതെ, എന്തൊക്കെ തന്നെ ഉപദ്രവിച്ചാലും മരിച്ചാലും ശരി, ഒരിക്കലും തെറ്റിലേക്ക് ഞാൻ പോവില്ല. എൻ്റെ ഇക്കാക്ക വീണ്ടും എന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം അവൻ ചിന്തിച്ചു. അങ്ങനെയതാ നമ്മുടെ നൂർജഹാൻ എന്ന ഹിജാബി, അതെ റസിയ, ആ റൂമിലേക്ക് പ്രവേശിക്കുന്നു. എന്തായി തീരും ഇനിയുള്ള അവസ്ഥകൾ? നമ്മുടെ സഫീറിനെ അവളെ മനസ്സിലാകുമോ? അഥവാ മനസ്സിലായി തന്നെ എന്തായിരിക്കും പ്രതികരണം? ജസീർ അതെല്ലാം നോക്കി നിൽക്കുമോ? എന്നാൽ അതാ സഫീർ വാതിൽ തുറന്നു വരുന്ന ആ ഒരു ഹിജാബ് ധരിച്ച ആ കറുത്ത രൂപത്തെ കണ്ട് ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി. അവന് മനസ്സിലായി, ഇല്ല, ചതിയാണ്, ഇത് ഭയങ്കര ചതിയാണ്, ഇത് എന്നെ ചതിക്കുകയാണ്. അതെ, വേഷം മാറി വന്നതാണ്, എനിക്കറിയാം. എങ്ങനെയോ നടക്കുന്ന സ്ത്രീകളായിരിക്കും ഒരു പക്ഷേ എന്നെ ചതിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്. അവൻ ഒരു നിമിഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ, അവൻ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അത് നൂർജഹാനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവൻ്റെ പ്രതികരണം? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും ആലിയയുടെ കഥ ചോദിക്കുന്നുണ്ട്. ആലിയയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ പ്രതിലിപി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കഥകളിൽ നിന്ന് കിട്ടിയൊരു കഥയായിരുന്നു. ഒരാൾക്ക് എനിക്ക് അയച്ചു തന്നതായിരുന്നു. അപ്പോൾ ആ കഥയിലൊരു പാഠം കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയത് ഷെയർ ചെയ്തു. അതായത് ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് ഭാര്യ വേറൊരു കാമുകൻ്റെ കൂടെ പോയി. പിന്നെ അവളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പിന്നെ ഭർത്താവ് ഫൈസി വേറെ വിവാഹം കഴിച്ച് ഭാര്യ ആലിയ ഒന്നും മിണ്ടുന്നില്ല, അവരോട് സഹകരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ. എന്തായാലും ഒടുവിൽ സഫീന എന്ന് പറഞ്ഞ അവളെ കാണാൻ പോയി. അവർ തമ്മിൽ സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പോൾ
എന്നെ ഇക്ക കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് മെസ്സേജൊക്കെ അയച്ചതാണല്ലോ നമ്മൾ കണ്ടതൊക്കെ അല്ലേ. പിന്നെ ലാസ്റ്റ് എന്തായാലും അവളെ നല്ല രീതിയിൽ പെരുമാറി, കാരണം നല്ല രീതിയിൽ അടിയൊക്കെ കിട്ടി അവൾക്ക്. പിന്നെ ഇവർ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന സമയത്ത് ആലിയ എന്ന് പറഞ്ഞ അവൾക്ക് ഭയങ്കര ഒരു ടെൻഷൻ തോന്നി. കാരണം ഫൈസിയുടെ അവസ്ഥ വെച്ച് ഫൈസിയുടെ അടുത്തേക്ക് അവൾ വിചാരിച്ച് ഇന്ന് എന്തായാലും ഞാൻ ഫൈസിൻ്റെ അടുത്ത് തന്നെ ഞാൻ കിടക്കും എന്ന് വിചാരിച്ച് ഫൈസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഫൈസി അവിടെ ഇല്ലായിരുന്നു, അവൻ ബാൽക്കണിയിലായിരുന്നു. എന്നാൽ ഫൈസി പറഞ്ഞു, നീ പോയിക്കോ, നീ നിൻ്റെ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോ, നിങ്ങളൊക്കെ പോയിക്കോ, എനിക്ക് ആരും വേണ്ട, ഞാനും എൻ്റെ മക്കളും എങ്ങനെ വെച്ചാൽ കഴിഞ്ഞോണ്ട്, നിങ്ങളൊക്കെ പോകണോലൊക്കെ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു. എന്നാൽ അന്ന് ആലിയ പോയില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് ആലിയ കരഞ്ഞു ആ പാതിരാത്രി. അപ്പോഴും പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്, നീ പോയിക്കോ, നിന്നെ ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടാക്കണില്ല, ഞാനും എൻ്റെ മക്കളെ എങ്ങനെയും കഴിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇവളുടെ സങ്കടം കേട്ടിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ആലിയക്ക് പോകാൻ കഴിഞ്ഞില്ല. കാല് പിടിച്ച് കരഞ്ഞു. അവളുടെ കണ്ണുനീരൊക്കെ കാലുകളിലേക്ക് ഉറ്റി വീണു. എന്നിട്ട് ഫൈസിക്ക് തന്നെ ദയ തോന്നി, എന്നോട് ക്ഷമിക്കണം ഇക്ക, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് ക്ഷമ ചോദിച്ചു. ഒടുവിൽ ലാസ്റ്റ് ഫൈസിയുടെ മനസ്സലിഞ്ഞു. അവളെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ചുംബിച്ചു. അങ്ങനെ അവർ ആ രാത്രി മുതൽ ഒന്നായി തീരുകയാണ്. ഒരിക്കൽ പോലും അവളെ ചുംബിച്ചപ്പോഴൊന്നും ആലിയ കുതറി മാറിയില്ല. അവൾ അവിടെ തന്നെ നിന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സുഖവും സന്തോഷത്തിനും വേണ്ടി അവൾ തൻ്റെ ശരീരം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചു. എന്നാൽ അതിനിടയിൽ ഷംനാദ് സഫീനയും കൊണ്ട് പോയി അവരൊരുമിച്ച് വേറെ ജീവിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും നമ്മുടെ ആലിയ നമ്മുടെ ഫൈസിയുടെ കൂടെ ജീവിച്ച് നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കുകയാണ്. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആലിയക്ക് ചെറിയൊരു തലകറക്കും ഛർദിയൊക്കെ വന്നു. അത് ആലിയ ഗർഭിണിയാണ്. ഫൈസിയുടെ കുഞ്ഞിനെ അവൾ പ്രഗ്നൻ്റ് ആകുന്നൊരവസ്ഥയാണ് പിന്നെയുള്ളത്. അതോടുകൂടി കഥ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിത് പ്രതിലിപി എന്നുള്ളതിൽ നിന്ന് അത് വായിച്ച കഥയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ എനിക്ക് നല്ല കഥയാണ്, നല്ല പാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വായിച്ചു. പക്ഷേ അത് എനിക്ക് അറിയില്ലായിരുന്നു, അത് വായിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അങ്ങനെ പലരും വായിച്ചു വീണുണ്ടപ്പോൾ ഞാനും അങ്ങനെ വായിച്ചു വിട്ടു. അപ്പോൾ അതിലൊരു പാടുണ്ടല്ലോ, നമ്മൾ ഈ ഒരുപാട് സ്ത്രീകളൊക്കെ അങ്ങനെ ഗൾഫിലൊക്കെ പോയ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ മക്കളെയും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് കാമുകന്മാരുടെ കൂടെ പോകുന്ന ഒരുപാട് കഥകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത് എഴുതിയ ആൾ പറഞ്ഞു, ഇത് എടുത്തത് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു, അതിനെ കുറിച്ച് ചോദിക്കണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതാണ്. അപ്പോൾ ഇനി ആലിയയുടെ കഥ ചോദിച്ചിട്ട് ആരും വരണ്ട, അത് കഴിഞ്ഞിട്ടുണ്ട്, അതോടുകൂടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ, അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പശ്ചാത്തപിക്കണമല്ലോ. ഞാൻ ക്ഷമ ചോദിച്ചിരിക്കണേ, എനിക്ക് അറിയില്ലായിരുന്നു, എടുക്കാൻ പാടില്ല എന്നുള്ളത്, ക്ഷമ ചോദിച്ചു. അങ്ങനെയൊക്കെ അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായ്മ കൊണ്ട് എടുത്താണ്, എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും വായിക്കണം, കേൾക്കുക. സാധാരണ നമ്മൾ പുസ്തകത്തിൽ ഇങ്ങനെ കണ്ടാൽ നല്ല അറിവുകൾ കിട്ടിയാൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമല്ലോ, അതുപോലെ ഞാൻ ഷെയർ ചെയ്തതായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ബാക്കി എപ്പിസോഡുകളൊക്കെ എന്താ ഇടാത്തത്, അത് കംപ്ലീറ്റ് ആയില്ലൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അതുകൊണ്ട് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചവനോടും തൗബ ചെയ്യണം. അതുപോലെ തന്നെ അവരോടും ക്ഷമ ഞാൻ ചോദിച്ചിരിക്കണം, എനിക്കറിയില്ല എന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളത്. നോക്കി അവരെഴുതിയതാണ്, പക്ഷേ ഞാനതിങ്ങനെ കഥ പോലെ എനിക്ക് പറഞ്ഞു തന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. അപ്പോൾ അതാണ് സംഭവിച്ചേട്ടോ. അപ്പോൾ എല്ലാ എപ്പിസോഡുകളും ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആലിയയുടെ കഥയൊന്നും ചോദിക്കണ്ട കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ല കഥയൊക്കെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തൊരു അനുഭവകഥകൾ ഉണ്ടാവില്ല. നമ്മൾ നുസൈബി ആയാലും നൂർ ഫാത്തിമ, അതൊക്കെ ശരിക്കും അനുഭവകഥകളിൽ നിന്നുകൂടെ വന്നതാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലത്തെ നമ്മളൊരു കഥയുണ്ട് റസിയ എന്നുള്ള കഥ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ റസിയ എന്നുള്ള കഥ ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെക്കൊണ്ട് കഴിയുകയാണെങ്കിൽ ടൈം ഇട്ടുകയാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് കമൻറ്റ് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം കേട്ടോ. എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.